പിണറായി വിജയൻ ഈ അയ്യപ്പ സ്വാമിയുടെ ശബരിമലയെ കൊള്ളയടിക്കുന്നതിന് വേണ്ടി, കച്ചവടത്തിരക്കാക്കുന്നതിന് വേണ്ടി ശബരിമല അയ്യപ്പനെ കൊള്ളയടിക്കുവാൻ ആഗോള അയ്യപ്പ സംഗമം നടത്തി. അവിടെ വെച്ച് പിണറായി വിജയൻ, ഈ കൊള്ളക്കാരനായിട്ടുള്ള പിണറായി വിജയൻ ആ ഭഗവത്ഗീതയിലെ ശ്ലോകം ചൊല്ലിയെങ്കിൽ ഞങ്ങൾ പറയുകയാണ്, ഈ ഭഗവത്ഗീത മുഴുവൻ വായിക്കാനും രാമായണം മുഴുവൻ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വായിച്ചു കേൾപ്പിക്കാനും മഹാഭാരതം മുഴുവൻ പുറത്തു വെച്ച് വായിക്കാനും പിണറായി വിജയൻ ഗതിപിടിക്കില്ല. പിണറായി വിജയനോട് അയ്യപ്പ സ്വാമി കണക്ക് ചോദിക്കുമെന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം അയ്യപ്പന്റെ മുതല് കട്ടുകൊണ്ടുപോയിട്ടുള്ള പിണറായിയും കൂട്ടരും കേരളത്തെ അയ്യപ്പന്റെ പേര് പറഞ്ഞ് വഞ്ചിച്ച സാഹചര്യമാണുള്ളത്. പ്രിയമുള്ളവരെ, ഈ കേരള സംസ്ഥാനത്ത് ഇത്തരത്തിൽ രാഷ്ട്രീയ എതിരാളികളെ അവരുടെ വായടപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം എല്ലാ കാലത്തും CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്നിട്ടോ പദയാത്ര നടത്തുകയാണ്. നിങ്ങളിനി പദയാത്രയല്ല, ഈ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ എന്ത് യാത്ര നടത്തിയാലും അത് അഴിമതിയിലേക്കുള്ള യാത്രയാണ് എന്ന് ഞങ്ങൾക്കറിയാം, കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഒരു വികസനവും തൊട്ടുനീണ്ടാതെ ഈ മെഴുമേലിയിലെ ജനങ്ങളെ പറ്റിക്കുന്ന CPM-കാര ഈ പാർട്ടിയുടെ ഈ വഞ്ചന കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് കേരള സംസ്ഥാനത്ത് വികസനം വേണമെങ്കിൽ അത് ഗ്രാമപഞ്ചായത്താവട്ടെ, ബ്ലോക്ക് പഞ്ചായത്താവട്ടെ, ജില്ലാ പഞ്ചായത്താവട്ടെ, ഇവിടുത്തെ നാടിന്റെ വികസനം നടപ്പിലാക്കുവാൻ സാധ്യമാകുന്ന ഒരേ ഒരു വഴി, കേരളത്തിന്റെ ജനങ്ങളുടെ മുമ്പിൽ ഒരേ ഒരു വഴി ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള വഴി എന്ന് പറയുന്നത്. ഇവിടുത്തെ പാവപ്പെട്ട ആളുകളെ എത്രയോ തവണ പറ്റിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസും CPM-ഉം മാറി മാറി കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ വഞ്ചനയ്ക്ക് പരിഹാരം കാണണമെങ്കിൽ നമ്മൾ, ഈ കേരളത്തിലെ ജനങ്ങൾ ഈ വികസന വിരോധികളുടെ രാഷ്ട്രീയത്തെ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ കേരളത്തിൽ വികസനം വരണമെങ്കിൽ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പദ്ധതികൾ ഇവിടെ നടപ്പിലാകണം. ഇവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കണം. അത് കൊള്ളയടിക്കുവാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല. അങ്ങനെ വരണമെങ്കിൽ കേരള സംസ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് സമിതികൾ ഇവിടെ അധികാരത്തിൽ വരണം, ബ്ലോക്ക് പഞ്ചായത്തിൽ അധികാരത്തിൽ വരണം. ഇവിടെ കേരളത്തിലെ എല്ലാ മേഖലയിലും ഭരണസ്തംഭനമാണ്. കേരളത്തിന്റെ മേഖലയിൽ, കേരളത്തിന്റെ സമസ്ത മേഖലയിലും അഴിമതി നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസക്തി. ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ ഈ വികസനം നടപ്പിലാകാതെ ഇങ്ങനെ കരഞ്ഞ് കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടുകൊണ്ട് നമ്മളിനെ വഞ്ചിതരാവരുത്. ഈ കേരളത്തിലെ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടു. ഈ കേരളത്തിലെ ജനങ്ങൾ വികസനത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നു. ഈ കേരളത്തിലെ ഭരിച്ചപ്പോഴെല്ലാം കേരളത്തെ വഞ്ചിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള ഈ ഇടതും വലതും മുന്നണികളെ അവരുടെ ദുർഭരണത്തിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കണം. കേരളത്തിൽ വികസനമില്ല, കേരളത്തിന്റെ ഒരു മേഖലയിലും വികസനമില്ല. വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ റോഡ് നീളെ പോവുകയാണ്. ഒരു കാര്യവും ഇല്ലെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യവുമില്ല, പറ്റിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഈ പദയാത്ര അതിൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കലും. നിങ്ങൾ കേരളത്തിലെ നാട് മുഴുവൻ ഇങ്ങനെ നടന്നിട്ടും ഒരു കാര്യമില്ല. നിങ്ങളുടെ കാലിലെ ചെരുപ്പെല്ലാം തേഞ്ഞു പോകത്തേ ഉള്ളൂ. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ഒരു വികസന സംവിധാനം, വികസിത മെഴുവേലിക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഓരോ വാർഡിലും വികസനം എത്തണം. അങ്ങനെ എത്തണമെങ്കിൽ ഈ ചുവപ്പുമിട്ട് നമ്മുടെ മുന്നിൽ കൂടി ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചു പോകുമ്പോൾ ആട്ടിൻ തോലിട്ട ചെന്നായെ നമ്മൾ ഓർക്കണം. അത് ചോര കുടിക്കാൻ വേണ്ടിയുള്ള ആളുകളാണ് മനസ്സിലാക്കണം. ഇവിടുത്തെ പാവപ്പെട്ട ആളുകളെ ഇത്രയും നാളും പറ്റിച്ചു. എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? നിങ്ങൾ പദയാത്ര നടത്തി പോകുന്നത് ജയിലിലേക്കായിരിക്കും. അത്രയ്ക്ക് അയ്യപ്പനെ വഞ്ചിച്ചിട്ടുള്ള ആളുകൾ, അത് വാസവനാവട്ടെ, അത് ഭട്ടകുമാറാവട്ടെ, ഈ കേരളത്തിലെ അയ്യപ്പനെ കൊള്ളയടിച്ചവരെ അയ്യപ്പൻ വെറുതെ വിടുമെന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രിയമുള്ളവരെ, പിണറായി ED-യെ പേടിച്ച് നടക്കുന്നു. പിണറായിയുടെ മകൾ ED-യെ പേടിച്ച് നടക്കുന്നു. പിണറായിയുടെ മരുമകൻ ED-യെ പേടിച്ച് നടക്കുന്നു. ഇവിടെ കാശെടുക്കാത്തവൻ, കള്ളന് അല്ലാത്തവന് ED-യെ പേടിക്കണോ? നമ്മള് പൈസ കട്ടവന് മാത്രമേ
മലയാളത്തിൽ ചൊല്ലുണ്ട്, ഞാൻ പറയുന്നില്ല, കട്ടവരെ അത് ഉണ്ടാവത്തുള്ളൂ. പിണറായിക്ക് പേടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത്? ഒരു പേടിയുമില്ല. സഖാവ് പിണറായി വിജയന് തന്റെ ഇടമുണ്ടെങ്കിൽ ഞങ്ങൾ പറയട്ടെ, നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ മകൾക്കെതിരെ അന്വേഷണം നടക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ മുഖം തിരിച്ചു നടക്കുന്നത്? നിങ്ങളുടെ മകൾക്കെതിരെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണം വന്നില്ലേ? നിങ്ങൾക്കെതിരെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണം വന്നില്ലേ? നിങ്ങളെ പാവപ്പെട്ട ഇൻക്ലാബ് വിളിച്ചുകൊണ്ട് വളരെ വർഷങ്ങളായി ചുവപ്പ് കണ്ടാൽ മുദ്രാവാക്യം വിളിക്കുന്ന കേരളത്തിലെ പാവപ്പെട്ട കർഷകനും കർഷക തൊഴിലാളിയും ഇവിടെ അന്തിക്കിരുന്ന് ചായ കുടിക്കുമ്പോൾ അവൻ ദേശാഭിമാനി വായിക്കുമ്പോൾ രാവിലെ എന്നും ബിരിയാണി കിട്ടുമെന്ന് സ്വപ്നം കാണുന്ന പാവപ്പെട്ട കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അണികൾ, ആ കമ്മ്യൂണിസ്റ്റ് അണികളുടെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് പിണറായി വിജയന് തന്റെ ഇടമുണ്ടോ, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ് എന്ന് പറയുവാൻ സാധിക്കുമോ? സാധിക്കില്ല. കാരണം ഒരു കുടുംബത്തോടെ മൊത്തം കായികളും കൊച്ചുണ്ണിമാരുണ്ടെങ്കിൽ അത് പിണറായിയുടെ വീട്ടുകാരാണ്. എല്ലാവരും കൂടി ചേർന്ന് അഴിമതി. ഈ കേരളത്തിലെ CPM പാവപ്പെട്ട തൊഴിലാളികളുടെ മേൽ ആണയിട്ടുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കൊള്ളയെടുക്കുന്ന സമീപനം, അതിന് കൂട്ടു നിൽക്കുന്ന വേറൊരു സർക്കാർ, വേറൊരു കൂട്ടരുണ്ട്. ആരാ? കോൺഗ്രസുകാരൻ. ആ കോൺഗ്രസുകാരൻ ഇവിടെ മത തീവ്രവാദ ശക്തികളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. പിണറായിക്കെതിരെ മിണ്ടാൻ പറ്റുകയില്ല. അഡ്ജസ്റ്റ്മെന്റ്. എന്നിട്ട് രണ്ടുപേരും പറയും BJPക്കെതിരെ പറയും, രണ്ടുപേരും നരേന്ദ്രമോദിക്കെതിരെ പറയും. ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കേരളത്തിൽ, ഈ രാജ്യത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വികസന പദ്ധതികളെ കുറിച്ച് പറയുവാൻ ഒരു സംവാദം വെക്കുവാൻ ഈ മെഡിവേലിയിൽ, ഈ ജംഗ്ഷനിൽ, ഈ വേദിയിൽ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. കോൺഗ്രസുകാര, മാർക്സിസ്റ്റുകാര, ഒരു ദിവസം മുഴുവൻ സമയമെടുത്ത് ഈ മൈക്കിന്റെ മുന്നിൽ നിന്ന് നമുക്ക് സംസാരിക്കാം. കോൺഗ്രസുകാരൻ വരണം, മാർക്സിസ്റ്റുകാരൻ വരണം. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ല എന്ന് പറയുവാൻ നിങ്ങൾ അപ്പുറത്തേക്ക് കൊടുത്ത കാര്യം ഞങ്ങളും പറയാം. എത്ര വേണേലും ബിജുമാക്കി പറയും, ഈ റോഹിച്ചാനും പറയും. ഈ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ പേടിപ്പിക്കാം. നിങ്ങൾക്കറിയാം, ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ്, ഇവിടുത്തെ കോൺഗ്രസുകാരൻ ഇവിടെ പറഞ്ഞു, എന്താ പറഞ്ഞെന്നറിയോ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോ അവന്മാര് പറഞ്ഞു, എന്താ പറഞ്ഞെന്നറിയോ? സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുന്നു. അപ്പൊ തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നു. ആദ്യമേ പത്രക്കാർ ചോദിച്ചു ഒരാളോട്, എന്താ ചെയ്തത്? സുരേഷ് ഗോപി അക്കൗണ്ട് തുറക്കുമോ? BJP അക്കൗണ്ട് തുറക്കുമോ? അപ്പൊ കിങ്ങിണിക്കുട്ടൻ, നമ്മുടെ K കരുണാകരന്റെ മകൻ, അദ്ദേഹം K മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയാകാൻ വന്ന 8 നില പൊട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞു അക്കൗണ്ട് തുറക്കും, അത് SB ബാങ്കിൽ. അങ്ങനെ പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ജ്യോത്സ്യന്മാർ, കേരളത്തിന്റെ മന്ത്രിമാർ തമ്പടിച്ചു കിടന്നുകൊണ്ട് കേരളത്തിലെ MPമാരും കോൺഗ്രസുകാരനും മാർക്സിസ്റ്റുകാരനും എണ്ണകിട്ട യന്ത്രം പോലെ ചലിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചുകൊണ്ട് മാമാങ്കം നടത്തി. എന്ത് സംഭവിച്ചു? 72,000 വോട്ടിന് താമര ചിഹ്നത്തിൽ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളടക്കം വോട്ട് ചെയ്തുകൊണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിച്ചുവെങ്കിൽ ഇന്ന് കേരളത്തിലെമ്പാടും വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന വികസന നായകനായി സുരേഷ് ഗോപി മാറിയിരിക്കുന്നു. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരാ, കോൺഗ്രസുകാരാ, നിങ്ങൾക്ക് തെറ്റി. BJPക്ക് വോട്ട് ചെയ്യാൻ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മടിയില്ല എന്ന് സൂചിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ മാറ്റം കേരളത്തിൽ എന്നാൽ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുമെന്ന് ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ MLA-മാരുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. 19 സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഏറ്റവും കൂടുതൽ MP-മാരുള്ള പാർട്ടി BJP-യാണ്. അങ്ങനെ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ വിജയക്കാഹളം മുടക്കിയത് ഞങ്ങൾ വെറുതെ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വിവരം കെട്ടവും പറയുന്ന പോലെ വോട്ട് ചോരി കൊണ്ടൊന്നുമല്ല. ഞങ്ങൾ ജനങ്ങൾക്ക് സേവനവും വികസനവും കൊടുത്തത് കൊണ്ട് അവിടുത്തെ ജനങ്ങൾ ഞങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഏറ്റവും കരുത്തുള്ളത് കൊണ്ടാണ്. അല്ലാതെ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ അല്ല. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനം അറിയത്തില്ല. ഒരു വോട്ടർ പട്ടിക നാളിതുവരെ കണ്ടിട്ടില്ലാത്ത രാഹുൽ ഗാന്ധി പറയുന്നത് 223 വോട്ട് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒരു ബൂത്തിൽ വന്ന് ചെയ്തിട്ട് പോയെന്നടാ. നിങ്ങളെ കൊണ്ട് 2 എണ്ണം ചെയ്യാൻ പറ്റൂടാ. ഈ മറ്റു തൂത്തിട്ട് തിരിച്ചു പറഞ്ഞ 2 മണിക്കൂർ എടുക്കും. അങ്ങനെ 223 എണ്ണം രാവിലെ 10 തൊട്ട് വൈകിട്ട് 5 വരെ ചെയ്തു. ഇവന്മാരൊക്കെ എന്നെ എടുക്കുവാല്ലോ. ബൂത്തിലിരുന്ന കോൺഗ്രസ്സുകാരും CPM-കാരൊക്കെ ചെറുക്കാനിരിക്കുവാല്ലോ. ഞങ്ങൾക്കറിയത്തില്ല. ഇങ്ങനെ പറയുന്ന വിഡ്ഢിത്തരം പറയുന്ന ഒരു നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യ രാജ്യം ഭരിക്കുക. അവന്മാരുടെ അണികള കേരളത്തിൽ. നിങ്ങളെ വിശ്വസിക്കല്ലേ? കതറും വിട്ട് വരും, വെള്ളയും വിട്ട് വരും. ഒരു കാര്യവുമില്ല. ഇവിടുത്തെ ഭരണം കൊടുത്താട്ടെ മൊത്തം അടിച്ചു മാറ്റി കൊണ്ടു. അഴിമതി രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി.
അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ കേരളത്തിൽ വികസനത്തിന്റെ പുതുചരിത്രം രചിക്കണമെങ്കിൽ, ഈ കേരളത്തിൽ വികസനം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരന് വികസനം കിട്ടണമെങ്കിൽ, ഈ നാടിന് കുടിവെള്ളം കിട്ടണമെങ്കിൽ, റോഡ് കിട്ടണമെങ്കിൽ, ആശുപത്രി കിട്ടണമെങ്കിൽ, നിങ്ങളുടെ മക്കൾക്ക് ജോലി കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് നല്ല തീവണ്ടികൾ വിദേശത്ത് പോകുവാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു ഭാവി ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം അണിചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ മുഴുവേലി പഞ്ചായത്തിൽ വികസനം നടപ്പിലാക്കുവാൻ കുങ്കുമഹരിത പതാകയിൽ എന്തുകൊണ്ട് വന്നേ മാതരം പാടുന്ന BJP-യുടെ അംഗങ്ങളെ വിജയിപ്പത് അവിടേക്ക് ആനയിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്ന നമസ്കാരം. വന്ദേ മാതരം.